കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാർത്താ സമ്പന്നമായ ഒരു കൊല്ലമാണ് കടന്നുപോകുന്നത്. 2025 സംഭവബഹുലമായിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗം 2020 എങ്ങനെയായിരിക്കും ഓർമ്മിച്ചെടുക്കുക? പ്രതീക്ഷകളും അംഗീകാരങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഉൾപ്പെടുന്നതാണ് പതിവ് പോലെ കേരളത്തിൻ്റെ ഈ കൊല്ലം 2025. 2025 തിരശ്ശീല വീഴുമ്പോൾ 2025 നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നൊരു സമരത്തിന്റെ ചൂടിൽ നിന്നാണ് 2025 ആരംഭിക്കുന്നത്. ഫെബ്രുവരിയിലാണ് ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയത്. ഓണറേറിയം പ്രതിമാസം 7,000-ൽ നിന്ന് 21,000 ആക്കി ഉയർത്തണം എന്നതായിരുന്നു സമരക്കാരുടെ ആവശ്യം. എന്നാൽ 1,000 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടു. തുടർന്ന് നവംബർ 1-ന് സമരം അവസാനിപ്പിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് ഈ വർഷം മേയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു കമ്മീഷനിംഗ് നിർവഹിച്ചത്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് ലഭിച്ചത് കേരളത്തിന് അഭിമാന നിമിഷമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് 2025 കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത തിരഞ്ഞെടുപ്പ്. LDF-ൽ കോളിളക്കമുണ്ടാക്കിയ PV അൻവറിന്റെ രാജിയെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ LDF തോറ്റു. നിലമ്പൂർ കഴിഞ്ഞ് 5 മാസങ്ങൾക്കിപ്പുറം ഡിസംബറിൽ യഥാർത്ഥ സെമിഫൈനൽ നടന്നു. വാശിയേറിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സർവാധിപത്യമാണ് കാണാൻ സാധിച്ചത്. 2025 ജാനുവരി 2-നാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ചുമതലയേറ്റത്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 40 വർഷം തികച്ച വേളയിൽ ലഹരിക്കും അക്രമത്തിനുമെതിരായ സന്ദേശമുയർത്തി കേരളത്തിലുടനീളം നടത്തിയ SKN40 അരുതക്രമം അരുത് ലഹരി ജനജാഗ്രതാ യാത്രയ്ക്ക് 2025 മാർച്ച് 16-ന് തിരുവനന്തപുരത്ത് തുടക്കമായി. 1 മാസത്തിനുശേഷം കോഴിക്കോട് കടപ്പുറത്ത് ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയാണ് യാത്ര അവസാനിച്ചത്. വിവാദമായ നിരവധി ലൈംഗിക കുറ്റകൃത്യങ്ങളും സംസ്ഥാനത്ത് ഈ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ പരാതികൾ ഈ വർഷം കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ വിഷയങ്ങളിൽ ഒന്നായി മാറി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നീണ്ട 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി വന്നു. 8ാം പ്രതിയായി ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി 2025 പരക്കെ വിമർശിക്കപ്പെട്ട ഒരു വിധിന്യായമായി മാറി. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടയിൽ രാജ്യത്തെമ്പാടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചു. 2026 ഫെബ്രുവരിയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിനിടെ മന്ത്രിസഭ അറിയാതെ PM ശ്രീയിൽ ഒപ്പുവെച്ച നടപടി CPIയുടെ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം. സ്പോൺസറായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേസിലെ 1ാം പ്രതി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു എന്നിവരുടെ അറസ്റ്റ് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമായി. തീരാനഷ്ടങ്ങളുടെ വർഷം കൂടിയായിരുന്നു 2025. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സമരനായകനുമായ VS അച്യുതാനന്ദന്റെ വേർപാട് കേരളത്തെ തീരാ ദുഃഖത്തിലാഴ്ത്തി. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ, ഭാവഗായകൻ P. ജയചന്ദ്രൻ, ചരിത്രകാരൻ MGS നാരായണൻ, KPCC മുൻ പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള, മലയാള നിരൂപണ ശാഖയുടെ കാറ്റും വെളിച്ചവുമായി നിന്ന പ്രൊഫസർ MK സാനു, ചലച്ചിത്ര സിനിമാ താരമായ കലാഭവൻ നവാസ്, ചലച്ചിത്ര സംവിധായകൻ ഷാഫി തുടങ്ങി പ്രതിഭാധനന്മാരുടെയും പ്രഗത്ഭരുടെയും പടിയിറക്കം മലയാളത്തിന്റെ മഹാനഷ്ടമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.